ശ്രീ എം ഷിനാസ്, ഇതാണ് ഇപ്പോൾ വഖഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് വഖഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഞാൻ ഇത് വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി അങ്ങ് എടുത്തുകൊണ്ടുപോവുകയാണ് വഖഫ് ബോർഡ്. ഇതാണ് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ്. നമ്മൾ അപ്പുറത്ത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ കൊള്ളയുടെ വാർത്തകൾ വായിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു നിയമം കേന്ദ്രം കൊണ്ടുവന്നതും അതിന്റെ പിന്നാലെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളും ചർച്ച ചെയ്യുന്നത്. ശ്രീ എം ഷിനാസ്, ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര നിയമത്തിനനുസൃതമായി നീങ്ങാൻ പോകുമ്പോൾ അതിനെ മറികടന്ന ഒരു നടപടി സാധ്യമാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വഖഫിനെ പറ്റി നേരത്തെ ശ്രീ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം സത്യമാണ്. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഇൻഎഫിഷ്യൻസി, മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ ആദ്യമായി അസന്നിഗ്ധമായി ചൂണ്ടിക്കാട്ടുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് 2006. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി പറയുന്നത് ഡൽഹിയിൽ മാത്രം അക്കാലത്തെ വിപണി മൂല്യമുള്ള 6000 കോടിയുടെ വഖഫ് സ്വത്തുക്കളുണ്ട്. പക്ഷേ വരുമാനമായി ലഭിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ വരുമാനമായി ലഭിക്കുന്നത് വെറും 163 കോടി മാത്രമാണ്. മറ്റൊരു കാര്യം, ഒരു ചെറിയ ഉദാഹരണം. അപ്പോൾ ബാംഗ്ലൂരിലെ ITC വിൻസോർ മാനർ, അതുപോലെ കൊൽക്കത്തയിലെ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗോൾഫ് ക്ലബ് ടോളിഗഞ്ച് ക്ലബ്, ഇതൊക്കെ നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. നാമമാത്രമായ വാടക മാത്രമാണ് വഖഫ് ബോർഡിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർ യൂട്ടിലൈസേഷൻ്റെ ഉദാഹരണം പറഞ്ഞു തന്നു. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഈ വഖഫ് ബോർഡിൽ വനിതകളെ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ സച്ചാർ കമ്മിറ്റിയിൽ ഒരു വനിത പോലും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വിരോധാഭാസമാണ്. മറ്റൊരു കാര്യം, BJP ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നാരറ്റീവ്, ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ത്രെഡ് പിടിച്ചുകൊണ്ട്, അതായത് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂസ്വത്തുള്ളത് വഖഫ് ബോർഡുകൾക്കാണ് എന്നതാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 8.25 ലക്ഷത്തോളം വഖഫ് സ്വത്തുക്കളുണ്ട്. അതിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് 4.9 ലക്ഷം രജിസ്റ്റേർഡ് ആണ്. ബാക്കി വഖഫ് ബൈ യൂസർ എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ഒരു ഏറ്റവും അധികം ഇന്ത്യൻ റെയിൽവേയും ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂസ്വത്തുക്കളുണ്ട്. അവർ കാണാതെ പോയ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചൊരു കാര്യം, 3 സംസ്ഥാനങ്ങളിലെ ക്ഷേത്ര സ്വത്തുക്കൾ മാത്രം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടു, ആ സ്വത്തുക്കൾ മാത്രം 11 ലക്ഷം ഏക്കറുണ്ട്. ഇന്ത്യയിൽ മൊത്തം 9.4 ലക്ഷം ഏക്കറാണ് വഖഫ് ഭൂമിയുള്ളത്. അപ്പോൾ ഈ വഖഫ് ബോർഡുകളുടെ ദുർഭരണം, അതിലെ കറപ്ഷൻ, വഖഫ് ഭൂമി എൻക്രോച്ച് ചെയ്യാൻ വഖഫ് ബോർഡിലെ അംഗങ്ങൾ തന്നെ ഒത്താശ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രത്യക്ഷമായും പരോക്ഷമായും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ വഖഫ് സംവിധാനത്തിന് റിഫോം അനിവാര്യമായിരുന്നു. അപ്പോൾ രോഗനിർണയം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി നടത്തി. പക്ഷെ ചികിത്സാ വിധി അവിടെയാണ് പാളിയത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ഈ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാം കേന്ദ്ര വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും. അപ്പോൾ സ്വാഭാവികമായും അക്കാലത്ത് ഉയർന്നു വന്ന ചോദ്യം, ഇതര മതസ്ഥരുടെ റിലീജിയസ് എൻഡോമെൻറ്റ്സ്, അതുപോലെ ടെമ്പിൾ ട്രസ്റ്റ് ഒരുപാടുണ്ട്. അവിടെയൊന്നും ആ മതസ്ഥരല്ലാത്ത മറ്റ് മതസ്ഥർക്ക് പ്രവേശനമില്ല, അംഗത്വമില്ല, അവിടെ അവർ ഭാഗമാക്കല്ല. എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ദൈവപ്രീതിക്കായി മുസ്ലിങ്ങൾ ഈ കൊടുക്കുന്ന വഖഫിൻ്റെ ഭരണത്തിന് നോൺ മുസ്ലിംസിനെ വെക്കണം എന്നുള്ള ഒരു ചോദ്യം അന്നും ഇന്നും പ്രസക്തമാണ്. പക്ഷേ കേന്ദ്ര നിയമം പാർലമെൻറ്റിൽ ലോകസഭയും രാജ്യസഭയും 2025 ഏപ്രിൽ ആദ്യവാരത്തിൽ അത് പാസ്സാക്കി. അത് നിയമമായി. വഖഫ് ബൈ യൂസറിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ സുപ്രീം കോടതി വഖഫ് ബൈ യൂസറിന് ആ നിയമം വഖഫ് ബൈ യൂസർ അബോളിഷ് ചെയ്തിരുന്നു. ആ സുപ്രീം കോടതിയിൽ ആ വഖഫ് ബൈ യൂസർ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ട് പോയിട്ട് പോലും
സുപ്രീം കോടതി കേന്ദ്രം പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തോടൊപ്പമാണ് നിന്നത്. ഇപ്പോൾ സംസ്ഥാനം കഴിഞ്ഞ സർക്കാർ 11 അംഗങ്ങളിൽ 9 പേരെ ഉൾപ്പെടുത്തി, 2 പേരെ ഉൾപ്പെടുത്തിയില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായും നിയമപരമായും ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിധിയോട് യോജിച്ചുകൊണ്ടല്ല പറയുന്നത്. വഖഫ് ബോർഡിൻ്റെ റിഫോംസ് അനിവാര്യമായിരുന്നു, അനുപേക്ഷണീയമായിരുന്നു എന്ന കാര്യം ഊന്നി പറയുമ്പോൾ തന്നെ, ആ രോഗനിർണയം ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചികിത്സാവിധി തെറ്റായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അതിലൊന്ന് ഒരു ക്ലോസാണ് നോൺ മുസ്ലിംസിൻ്റെ കാര്യം. അപ്പോൾ ഈ നോൺ മുസ്ലിംസിന് കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും അതായത് പുതിയ വഖഫ് ബോർഡുകൾ സംസ്ഥാന തലത്തിൽ പുനഃസംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര നിയമത്തിനനുസൃതമായി അത് 2 നോൺ മുസ്ലിംസ് മാത്രമല്ല, ഇസ്ലാമിലെ മറ്റ് സെക്റ്റുകൾ, ഷിയ, അതുപോലെ ബോറ, നേരത്തെ പറഞ്ഞ പസ്മന്ത മുസ്ലിംസ്, ഇവരെയൊക്കെ ഉൾപ്പെടുത്തണം, വനിതകളെ ഉൾപ്പെടുത്തണം. അപ്പോൾ നിയമപരമായി ആഗാഖാനി ഉൾപ്പെടുത്തണം. അപ്പോൾ നിയമപരമായും സാങ്കേതികമായും ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച വഖഫ് ബോർഡ് ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. നിയമത്തിന് മുമ്പിൽ, പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് മുമ്പിൽ അത് തെറ്റാണ്, കൃത്യമല്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പോയി നിയമപരമായും സാങ്കേതികമായും പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടാൽ 2025 ഏപ്രിൽ ആദ്യവാരം പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തോട് ഒത്തുപോകുന്നതല്ല, അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് വാദിക്കാം. സുപ്രീം കോടതിക്ക് അത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കാരണം വഖഫ് ബൈ യൂസർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അത് അബോളിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി അത് അപ്ഹെൽഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിയിൽ പേരിന് പോയി നോക്കാം എന്ന് മാത്രം, അല്ലാതെ സുപ്രീം കോടതി ഈ കാര്യത്തിൽ കേന്ദ്ര നിയമത്തെ, അല്ലെങ്കിൽ കേന്ദ്രം മറ്റൊരു നിയമം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ കേന്ദ്ര നിയമത്തിലെ ഈ രാഷ്ട്രീയ അജണ്ടകളെ പ്രതിപക്ഷ കക്ഷികളെല്ലാം, കോൺഗ്രസും മുസ്ലിം ലീഗും CPIയും CPMും ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും, ശിവസേനയടക്കം പല രീതിയിൽ പല മട്ടിൽ തൃണമൂലടക്കം എതിർത്തിരുന്നു. പക്ഷെ ആ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് 2025 ഏപ്രിൽ ആദ്യവാരം അത് നിയമമായി. ആ നിയമമനുസരിച്ച് സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 2 നോൺ മുസ്ലിംസ് വേണം. അത് ഇപ്പം നിയമിച്ചില്ല. അത് 11 പേരിൽ 9 പേരെ നിയമിച്ചു, 2 അംഗങ്ങൾ 2 ഒഴിവുകൾ നികത്താതെ വിട്ടു എന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിലനിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിമിലേക്ക് ഞാൻ വരാം. അദ്ദേഹം നിയമവിദഗ്ധനാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.